ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നൂറാങ്കര മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നു. തുടരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ നൂറാങ്കര മേഖലയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കാട്ടാനശല്യം രൂക്ഷമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ഈ പ്രദേശത്തൊക്കെയും സ്വൈര്യവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട്. ഏലവും കമുകുമടക്കമുള്ള കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറടക്കം വേറെയും നാശനഷ്ടങ്ങൾ കാട്ടാനകൾ വരുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെ വന്നിട്ട് ഈ തൊട്ടടുത്ത വീടിൻ്റെ കമുകൊക്കെ ഓടിച്ച് വാഴയൊക്കെ ഓടിപ്പറിച്ച് മൊത്തം നശിപ്പിച്ചിട്ട് പോയത്. അപ്പോൾ രാത്രിയിലൊന്നും ഉറക്കമില്ല. ഞങ്ങൾ പണിയുന്ന തോട്ടത്തിൽ ഷെഡൊക്കെ പൊളിച്ച വളമെല്ലാം വായിക്കുന്ന അതിൻ്റെ അടുത്ത തോട്ടത്തിൽ മോട്ടറൊക്കെ നശിപ്പിച്ച് ഒട്ടും പ്രശ്നമായി നമുക്ക്. കോടക്കല്ല് ഭാഗത്തു നിന്നടക്കം 2 ഇടങ്ങളിലൂടെ കാട്ടാനകൾ നൂറാങ്കര ഭാഗത്തേക്ക് എത്തുന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. 100-നടുത്ത കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. കാട്ടാനശല്യം വർദ്ധിച്ചതോടെ കുരങ്ങാട്ടി പീച്ചാട് റോഡ് കടന്നു പോകുന്നതും കാട്ടാനകൾ ഇറങ്ങുന്ന ഈ ഭാഗത്തു കൂടിയാണ്. കാട്ടാനശല്യം വർദ്ധിച്ചതോടെ കുടുംബങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയുണ്ട്. നേരമിരളുന്നതോടെ ഭയപ്പാടോടെയാണ് ആളുകൾ പുറത്തിറങ്ങുന്നത്. വീടുകൾക്ക് നേരെയും മറ്റും കാട്ടാനാക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക ആളുകൾ പങ്കുവയ്ക്കുന്നു. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ പ്രതിരോധ മാർഗങ്ങൾ തീർത്ത് കാട്ടാനശല്യം നിയന്ത്രിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.